ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വിപരീത ത്രികോണാസനം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ത്രികോണാസനമാണ്. വിപരീത ത്രികോണാസനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ നടുവിൻ്റെ ഇരുവശത്തും നമുക്ക് വ്യായാമം ലഭിക്കുന്നു. നടുവിന് എങ്ങോട്ട് തിരിയാനുമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു. പിന്നെ കാലുകളുടെ മസിലിന് ശക്തി കിട്ടുക, കൈകളുടെ മസിലിന് ശക്തി കിട്ടുക, അതെല്ലാം ഉണ്ട്. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കുന്നു, അതുകൊണ്ട്. അപ്പം ത്രികോണാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ത്രികോണാസനം ചെയ്യുമ്പോൾ 3.5 അടി കാലുകൾ അകത്തി വെക്കണം. മുട്ട് വളയ്ക്കാതെ കാലുകൾ അകത്തി വെക്കണം. കൈകളിങ്ങനെ, കൈകളുടെ ഉൾവശം ഫ്ലോറിന്, മാറ്റിന് സമാന്തരമായിട്ട് ഇങ്ങനെ പിടിക്കണം. രണ്ട് കൈയും തോളിൻ്റെ ആ ലെവലിൽ വേണം പൊക്കി പിടിക്കാൻ. കൈയുടെ ഉൾവശം താഴേക്ക്. ഇനി നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് വലതുവശം വഴി ചാഞ്ഞിട്ട് ആ വലത് കൈ പോയി ഇടത്തെ കാലെ തൊട്ടിട്ട് ഇടത്ത് കൈ മേളോട്ട് ഉയർത്തി ഇടത്ത് കൈയുടെ കൈവെള്ളക്കകത്തോട്ട് നോക്കണം. അത് കഴിഞ്ഞ് അത് തന്നെ തിരിച്ച് ചെയ്യുക. ഒരിക്കൽ കൂടെ പറയാം. കൈകളിങ്ങനെ തോളിന് സമാന്തരമായിട്ട് പാരലായിട്ട് ഇങ്ങനെ പിടിക്കുക. യോഗ മാറ്റിന് പാരലായിട്ട് പിടിക്കുക. കൈവെള്ള കമത്തി പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുത്തിട്ട് പതിയെ ചാഞ്ഞ് വലതുവശം ചാഞ്ഞ് വലത് കാലിൻ്റെ അങ്ങോട്ട് എന്നിട്ട് കൈ തൊടുന്നത് ഇടത് കാൽപാദത്തിൽ. ഇടത് കൈ ഉയർത്തുക. ആ കൈവെള്ളക്കകത്തോട്ട് നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് നൂർന്നിട്ട് തിരിച്ച് ചെയ്യുക. ഇടതുവശം ചാഞ്ഞ് ഇടത് കാലെ മുട്ടിയിട്ട് വലത് കൈ നോക്കുക. കാണിക്കാം. ഇങ്ങനെ നെഞ്ച് വിരിച്ച് ശ്വാസം ലങ്സ് നിറച്ചെടുക്കണം. ഒരു വശത്ത് 3 പ്രാവശ്യം, മറ്റേ വശത്ത് 3 പ്രാവശ്യം ആകുമ്പം 3 ത്രികോണാസനം. ഇടത്തും വലത്തും ഒന്ന് ചെയ്യുമ്പോൾ ഒരു ത്രികോണാസനം. അങ്ങനെ 3 ത്രികോണാസനം ചെയ്തിട്ട് കാലുകൾ കുറച്ചകത്തി, ഒരടി മിച്ചം 1.5 അടി അകത്തി കൈകളിങ്ങനെ വളച്ച് തൂക്കിയിടണം. എന്നിട്ട് അകലേക്ക് നോക്കി നോർമൽ വാ പൊളിച്ച് വായിൽ കൂടെ ശ്വാസം എടുത്ത് നിൽക്കണം. ഒന്നുകൂടെ കാണിക്കാം, ഒന്നുകൂടെ പറയാം. കാലിൽ വിരലിങ്ങനെ തൊടുമ്പം 3.5 അടി അകത്തിയാണ് നമ്മൾ നിൽക്കുന്നത്. കാലിൽ മുട്ട് വളയ്ക്കാതെ കാലെ തൊടുമ്പോൾ ആ കാലെ നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് നോക്കാം. ഇങ്ങനെയല്ല, ഇങ്ങനെ. അത് കാലെ തൊടുന്നത് നോക്കിയിട്ട് വേണം ഉയർത്തിയ കയ്യെ നോക്കാൻ. ഓക്കെ.